തെക്കോവ എന്ന വാക്കിൻ്റെ അർത്ഥം കാഹളം എന്നാണ്. യഹൂദയിലെ ഒരു പട്ടണമായിരുന്നു അത്. യെരുശലേമിന് 16 കിലോമീറ്റർ തെക്ക് കിടക്കുന്ന കിർബത്ത് തക്കുവ ആണിത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 820 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. രഹബിയാം തെക്കോവയെ കോട്ട കെട്ടി ബലപ്പെടുത്തി. 2 ദിനവൃത്താന്തം 11-ാം അധ്യായം 6-ാം വാക്യം. ദാവീദിൻ്റെ വീരന്മാരിൽ ഒരുവനായ ഈരായുടെ അപ്പൻ ഇക്കേശ് തെക്കോവ്യനായിരുന്നു. 1 ദിനവൃത്താന്തം 11:27. അബ്ശാലോമിന് വേണ്ടി ദാവീദിനോട് അപേക്ഷിക്കുവാൻ യോവാബിൻ്റെ നിർദ്ദേശമനുസരിച്ചു വന്ന വിവേകവതിയായ സ്ത്രീ തെക്കോവക്കാരിയായിരുന്നു. 2 ശമൂവേൽ 14-ാം അധ്യായം 1 മുതൽ 21 വരെ. യുദ്ധഭീഷണി നേരിട്ടപ്പോൾ യഹോശാഫാത്ത് തെക്കോവ മരുഭൂമിയിൽ വെച്ച് ജനങ്ങളുമായി കൂടിയാലോചിച്ചു. 2 ദിനവൃത്താന്തം 20:20. പ്രവാചകനായ ആമോസ് തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുവനായിരുന്നു. ആമോസ് പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. വടക്ക് നിന്ന് വരുന്ന അനർത്ഥത്തെക്കുറിച്ച് യഹൂദയ്ക്ക് യിരെമ്യാവ് മുന്നറിയിപ്പ് നൽകി. ബെന്യാമീൻ മക്കളെ, യെരുശലേമിൻ്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവിൻ, തെക്കോവയിൽ കാഹളമൂതുവിൻ. യിരെമ്യാ പ്രവചനം 6:1. യെരുശലേം മതിലിൻ്റെ പുതുക്കി പണിയിൽ തെക്കോവ്യർ ഭാഗഭാക്കുകളായി. നെഹമ്യാ പ്രവചനം 3-ാം അധ്യായം 5-27 വാക്യങ്ങൾ. യഹൂദയുടെ വംശാവലിയിൽ അശൂരിൻ്റെ മകൻ്റെ പേരും തെക്കോവ എന്നായിരുന്നു. 1 ദിനവൃത്താന്തം 2:24, 4:5. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 5, 6, 7 വാക്യങ്ങളിൽ അശൂരിൻ്റെ 7 പുത്രന്മാരുടെ പട്ടികയിൽ തെക്കോവ ഇല്ല. അതിനാൽ അശൂരിനെ തെക്കോവ എന്ന പട്ടണത്തിൻ്റെ സ്ഥാപകനായി ചിലരെങ്കിലും കരുതുന്നുമുണ്ട്.